24 മണിക്കൂറും ഇലക്ട്രിക് ഫെൻസുള്ള ഒരു ചായക്കട. ആനയുടെ ശല്യം ഉള്ളതുകൊണ്ടാട്ടോ ഇങ്ങനെ ഷോക്ക് ഇട്ടേക്കണത്. വയനാടിന്റെ പഴമയിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ചായക്കടയിൽ വന്നൊരു ചായ കുടിച്ചാൽ മതി. അബനി നദിയിൽ നിന്ന് മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. മീൻ പിടിക്കണ സ്പോട്ടിൽ തന്നെ ഇവര് കഴുകി റെഡിയാക്കി ക്ലീനാക്കി നല്ല വൃത്തിയാക്കിയാണ് കൊണ്ടുപോകണത്. ഇവർ പിടിക്കണ മീനുകളൊക്കെ കണ്ടാ നിങ്ങൾ, മണ്ണൊക്കെ വാരി തേച്ചൊരച്ച് കഴുകിയാണ് ഇവർ കൊണ്ടുപോകുന്നത്. വയനാട്ടിലെ കബനി നദിയും കാളന്തി നദിയും കൂടി ചേർന്ന് ഒഴുകി വന്ന ഒരു നദിയാണിത്. അടിപൊളി ഒരു സ്പോട്ടാണിത്. ഇതാണ് ചേകാടിയിലെ ആ കുറച്ച് ട്രെൻഡിങ്ങിലായിട്ടുള്ള ആ ചായക്കട. നമ്മളിന്ന് ആ ചായക്കടയിലാട്ടോ വന്നേക്കണം. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കും പുറകിലേക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊന്ന് കണ്ടു നോക്കാം. വയനാട്ടിലേക്ക് വന്നവര് ചേകാടിയിലെ ഈ ഒരു കാപ്പിക്കടയിലെ കാപ്പി തീർച്ചയായും കുടിച്ചു നോക്കണം. നമുക്ക് വയനാട് എന്ന എല്ലിനമാണ് ഗന്ധകശാല. ഈ ഗന്ധകശാല വയനാട്ടിൽ മാത്രമേ പറയുള്ളൂ. ആരും ഇത് ചെയ്യുന്നത് എൻ്റെ കോഫി ഷോപ്പിൽ ഉച്ചയ്ക്ക് വരുന്നവർക്ക് ബുക്ക് ചെയ്യുന്നവർക്ക് ഫുഡ് കൊടുക്കുന്ന ഇതാണ്. കണ്ടോ എന്ത് സ്റ്റൈലായിട്ടാണ്. ഇതിന് എന്ത് വിലയുണ്ട് ശരിക്കും? ഇതിന് വിലയല്ല പ്രശ്നം, ഇത് കിട്ടാനില്ല എന്നുള്ളതാണ്. വയനാട് ഒരു ടൂറിസം എന്ന് പറയുന്നത് വയനാടിന് ഇൻകം മാത്രമല്ല, വയനാടിന്റെ സംസ്കാരവും പൈതൃകമൊക്കെ. വയനാട് 4 സംസ്കാരമുണ്ട്. ഒന്ന് ഗോത്ര സംസ്കാരം, വയൽ സംസ്കാരം, വന സംസ്കാരം, പുഴ സംസ്കാരം. ഈ സംസ്കാരം 4 കാണാൻ പറ്റുന്ന ഒരു സംഗമ ഭൂമിയാണ് ചേകാടി. ഇതായിരുന്നു 50 കൊല്ലം മുമ്പ് വയനാട്. പക്ഷെ ചേകാടിയിൽ വരാൻ നേരം ഇങ്ങനെ ഒരു സ്പോട്ട് കാണാൻ പറ്റൂട്ടോ. അടിപൊളി സ്പോട്ടാണ്. ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. നല്ല ഒഴുക്കുള്ള നല്ല ശുദ്ധമായ വെള്ളോട്ടാ ഇവിടെ. കുറുവാദ്വീപിന്റെ ഒരു ഭാഗമാണ് ശരിക്കും ചേകാടി ബാവലി റോഡ്. നമ്മൾ പോവാൻ നേരം റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു പുഴ. നമ്മളിവിടെ വന്നപ്പോ കണ്ടൊരു കാഴ്ചയാണ്. മണ്ണൊക്കെ വാരി പിടിച്ച മീനി ഇവിടുന്ന് തന്നെ കഴുകി ക്ലീൻ ആക്കിയിട്ട വീട്ടിലേക്ക് കൊണ്ടുപോകണം. എന്താ ആരല്ല എന്താ ഒരു പ്രത്യേക ഡിസൈൻ തേച്ചിട്ടാണല്ലേ. ഇതൊക്കെ ഇവര് പിടിച്ച മീനാണ്. ഒക്കെ ചെറിയ ചെറിയ മീനാട്ടാ, വലിയ വലിപ്പമൊന്നുമില്ല. ആകെ ആരലിന് മാത്രമേ ഒരു ലേശം വലിപ്പമുള്ളൂ. ചേകാടി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും വരേണ്ട ഒരു സ്പോട്ടാണിത്. ഇത് ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ ഈ പുഴ ഇങ്ങനെ കിടക്കേട്ടാ. നമ്മൾ ആ ചേകാടി പാലം ഇറങ്ങി ബാവലിക്കുള്ള റോഡ് കയറിയ ആ റോഡ് തുടങ്ങി ഏകദേശം പകുതിയാകണവരെ റൈറ്റ് സൈഡിൽ ഇതേപോലെ ഈ പുഴയുടെ പല ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഫുള്ള് ഇതേപോലെ മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ ഇരിക്കും നമുക്ക് കൂടുതലും കാണാൻ പറ്റണം. കൂടുതലും ട്രൈബൽസ് ആണ് ഈ ഒരു ഏരിയയിലുള്ളത്. ഇതിന്റെ ഒന്നും തലേന്നും കളയൂല, ആ ചെറിയ മീനുകളുടെ കളയും. ചേകാടിയിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കുറേ പുഴകളും ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ചേകാടിയിലെ പല കാഴ്ചകളും കാണിച്ചു തരാം. അങ്ങനെ നമ്മളിതാ ഒരു ചായക്കടയിൽ വന്നേക്കാണ് വൈകിട്ട് ഒരു ചായ കുടിക്കാനായിട്ട്. അങ്ങനെ സുഖുവേട്ടൻ്റെ ചായക്കട എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ്ങിലായിട്ടുള്ള ഒരു ചായക്കട കേട്ടാ. ചുറ്റിനും ഇലക്ട്രിക് ഫെൻസൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം റൈറ്റ് സൈഡിൽ കാടാണ്. ഇത് പ്രധാനമായിട്ട് ഇവിടെ ആന ഇറങ്ങി വന്ന് ഈ ഒരു ഫെൻസ് ഇല്ലെങ്കിൽ കടയൊക്കെ ചിലപ്പോൾ രാത്രി പൊളിച്ച് കളയും. അത്ര ആന ശല്യമുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ റൂട്ടൊക്കെ കാറിലായാലും ബൈക്കിലായാലും വന്നവർ സൂക്ഷിക്കണം. പകൽ കാണാൻ ഒരു ഭംഗിയാണ്, പക്ഷെ രാത്രിയാകുമ്പോൾ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളായിരിക്കും കൂടുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായൊരു ചായക്കടയാണ് ഈ സുഖുവേട്ടൻ്റെ ചായക്കട. പുല്ലുകൊണ്ട് മേഞ്ഞ അടിപൊളി ഒരു ചായക്കടയാണ്. പഴമയിലേക്ക് നമ്മളെ കൊണ്ടുപോകണ ഒരു ഫീലിങ്സ് ആണ് ഈ ഒരു ചായക്കടയിൽ. വിറകടുപ്പിലാണ് ഇവർ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കണത്. വൈകിട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചായ, പഴംപൊരി അങ്ങനെയുള്ള ചെറിയ കടികളൊക്കെയാണ്. രാവിലെ ദോശ, പൂരി അങ്ങനെയുള്ള ഐറ്റംസ്. വലിയൊരു ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടുത്തെ വിറകടുപ്പിൻ്റെതായ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ കടികൾക്കും ചായക്കൊക്കെ ആണെങ്കിലും. കടികളെല്ലാം പുള്ളി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുതന്നെയാണ്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കടികൾക്കെല്ലാം തന്നെ. പുള്ളിയുടെ കടേന്റെ ബാക്കിലുള്ള നെൽപ്പാടങ്ങളാണ്. ഇതൊക്കെ കണ്ട് പുറത്തിരിക്കാൻ അടിപൊളി ഒരു വൈബ് തന്നെയാണ്. ശരിക്കും ചേകാടിയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പഴമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വൈബാണ് ശരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ചേകാടിയിൽ വന്നു കഴിഞ്ഞാൽ ഈ സുഖുവേട്ടൻ്റെ ചായക്കട തീർച്ചയായും തന്നെ. അതേപോലെ തന്നെ ചേകാടി പാലം. ഈ പാലം വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. അതിനു മുമ്പ് തോണിക്കടവെന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇവിടുന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തോണിയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സൺറൈസും സൺസെറ്റൊക്കെ കിട്ടും. അതുപോലെ തന്നെ ആ ഒരു റോഡ് തന്നെ ഇരുവശങ്ങളിലും നെൽപ്പാടങ്ങളാണ് ഫുള്ള്. ഇവിടുത്തെ ഒരു വൈബ് വേറൊരു വൈബാണ്. നമ്മൾ വന്നപ്പോൾ ലേശം ഇരുട്ടായിപ്പോയി. ഒരു 6 മണി സമയത്താണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിയത്. അപ്പോഴാണ് ഇവിടെ അടിപൊളി ഒരു കാപ്പിക്കട ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇത് വേറൊരു മൂഡാണ്. സുഖുവേട്ടൻ്റെ ചായക്കട പോലത്തെ ഒരു വൈബല്ല ഇത്. കുറച്ചും കൂടി എന്താ പറയുക, വയനാടിൻ്റെ ഒരു യഥാർത്ഥ കൾച്ചറാണ് ശരിക്കും ഇവരിവിടെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. നിറയെ പൂക്കളും ചെടികളൊക്കെ, നെൽപ്പാടത്തിന് നടുക്ക് അടിപൊളി ഒരു കാപ്പിക്കട. ഒരു ചായ കുടിക്കാൻ വരാൻ പറ്റിയ ചേകാടിയിലെ അടുത്ത സ്പോട്ട്. കടയിലെ കാപ്പി അടിപൊളിയാണ്. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇതാണ് ചേകാടിയിലെ ആ കുറച്ച് ട്രെൻഡിങ്ങിലായിട്ടുള്ള ചായക്കട. നമ്മളിന്ന് ആ ചായക്കടയിലാട്ടോ വന്നേക്കണം. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കും പുറകിലേക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇവിടെ എന്തൊക്കെയുള്ളത് ശരിക്കും? ഇവിടെ ഉച്ചക്ക് ഫുഡുണ്ട്, ചോറ്. ഗന്ധകശാലയുണ്ട്, എത്തനിക് ഫുഡ്. ഗന്ധകശാല വയനാടിന്റെ തനത് നെല്ലിനമാണ്.
വയനാട്ടിൽ മാത്രമേ വിളയുള്ളൂ. അത് ഉള്ള എത്തനിക് ഫുഡ് ചിക്കൻ കറി, പുതിന ചമ്മന്തി, അച്ചാർ, പപ്പടം. എങ്ങനെ റേറ്റ് തന്നെ? അത് 200 രൂപയാണ് ഒരു സെറ്റിന്. ചിക്കനും അച്ചാർ എല്ലാം കൂടി സെറ്റ് ആയിട്ടല്ലേ? 20. കാരണം ടൗണിൽ നമ്മൾ പോകുകയാണെങ്കിൽ നെയ്ച്ചോറ് റൈസിന് 100, ചിക്കൻ 100, അങ്ങനെ 200ആണ്. നമ്മൾ ഇതെല്ലാം കൊണ്ടിട്ട് 200 കൊടുക്കുക. അതും ഗന്ധകശാലയാണ്, ഹൈ റേറ്റ് ഗന്ധകശാല വെച്ചല്ലേ? അന്യം നിൽക്കുന്ന, വയനാടിൻ്റെ അന്യം നിൽക്കുന്ന ഒരു റൈസാണ്. അതാണ് ഉച്ചയ്ക്ക് ഞങ്ങൾ. പിന്നെ അതുപോലെ സ്നാക്സ് സുഗിൻ വിത്ത് കട്ടൻ കാപ്പിയാണ്. കാപ്പിയാണ് നമ്മുടെ ഫേവറേറ്റ്. കാപ്പി കാരണം വയനാടിൻ്റെ കാപ്പി ബ്രാൻഡ് ചെയ്തുകൊണ്ട് മുന്നിൽ കൊണ്ടുപോകാന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ ഇതുണ്ട് സുഗിൻ എന്നുള്ള വെറൈറ്റി സുഗിനാണ്. അടുത്തത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കാച്ചിൽ അതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ പോകുന്നു. അടുത്ത ആഴ്ച നമ്മൾ ചിക്കനും മീനും ചുടാൻ പോകുന്നുണ്ട്. ഗോത്രങ്ങളുടെ മസാലക്കൂട്ടോട് കൂടിയുള്ള ചിക്കൻ ചുടുക എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. വളരെ ഗംഭീരമായിട്ട്. കാരണം ഗോത്രങ്ങളുടെ ഫുഡുകൾ, വയനാടിൻ്റെ ഫുഡ് ഐറ്റം അത് ലോകത്തിന് മുമ്പ് എത്തിക്കുക എന്നുള്ളത് ഒരു പരിധി വരെ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. കാരണം സൺഡേസിലും മറ്റുള്ള ദിവസമൊക്കെ തന്നെ തേടി അറിഞ്ഞ് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ഈ ചിക്കനും മീനും ചുടുന്നത്, മീൻ എന്ന് പറയുന്നത് നമ്മുടെ കബനിയിൽ കിട്ടുന്ന മീനാണ്, നാടൻ മീനല്ലേ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കാച്ചിൽ, ചേന, ചേമ്പ് ഇതൊക്കെയുള്ള ഐറ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മളേതായ രീതിയിൽ. നിങ്ങൾക്ക് അടുക്കള കാണാം, അടുക്കള വെറൈറ്റിയാണ്. നിങ്ങൾ ഗന്ധശാല പൂത്തൊക്കെ കാണാം, കതിര് ചാടി കാണാം. എല്ലാം വ്യത്യസ്തമായ ഒരു വയനാട് ശൈലി. ഇതാണ് ഇവരുടെ നാടൻ അടുപ്പും സെറ്റപ്പൊക്കെയാണ്. ഒരു പഴമയുടെ ഓർമ്മയാണ് ശരിക്കും. ഇതിൻ്റെ ബാക്കിലേക്ക് ഫുള്ള് നെൽപ്പാടങ്ങളാണ്. ഇതും ഫുഡ് വിളമ്പണ സ്ഥലം. അടിപൊളിയായിട്ടാണ് ചേട്ടനെല്ലാം സെറ്റ് ചെയ്തേക്കണത്. നേരെ പുറകിൽ നല്ല വലിയ നെൽപ്പാടങ്ങളൊക്കെയാണ്. ഇതാണ് ഗന്ധകശാല, വയനാടിന്റെ ജിയോഗ്രഫിക്കൽ ഐഡന്റിറ്റി, അതായത് GI ടാഗ് കിട്ടിയേക്കുന്നത്. ഓരോ ജില്ലയ്ക്കും ഓരോ ഐറ്റത്തിന് GI കിട്ടിയിട്ടുണ്ട്, ജിയോഗ്രഫിക്കൽ ഐഡന്റിറ്റി മാർക്ക്. നമുക്ക് വയനാട്ടിൽ നിന്ന് നെല്ലിനമാണ് ഗന്ധകശാല. ഈ ഗന്ധകശാല വയനാട്ടിൽ മാത്രമേ വളയുള്ളൂ. ആരോമാറ്റിക്കാണ്, സുഗന്ധ നെൽവിലയാണ്. മറ്റ് ജില്ലകളിൽ പോലും വളരുന്നില്ല. ചെറിയ അരിയാണ്. ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഗന്ധകശാലിനെ പിന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ റൈസാണ് നമ്മൾ ഉച്ചയ്ക്ക് ഓർഡർ ചെയ്യുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. ഇതും ചിക്കൻ കറി, പുതിന ചമ്മന്തി, അച്ചാർ, പപ്പടം, ഇങ്ങനെയുള്ള ഉണ്ടോ എന്ത് സ്റ്റൈലായിട്ടാന്ന് നോക്കൂ. ഇത് അന്യം നിന്നുകൊണ്ട്, ഇത് വയനാടിൻ്റെ പൈതൃകമാണ്. ഈ പൈതൃകം സംരക്ഷിക്കേണ്ട നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ സർക്കാർ ലെവലിൽ നിന്ന് ഇതിന് വ്യക്തമായ ഒരു നയമില്ല എന്നുള്ളതാണ് സത്യം. ഇതിന് എന്ത് വിലയുണ്ട് ശരിക്കും? ഇതിന് വിലയല്ല പ്രശ്നം, ഇത് കിട്ടാനില്ല എന്നുള്ളതാണ്. വയനാട്ടിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വിളഞ്ഞിരുന്ന സാധനമാണ്. ഇന്ന് ഈൽഡ് കുറവാണ്. ഇതിന് വന്യമൃഗ ശല്യം കൂടുതലാണ്. കൂടുതൽ വന്നാൽ, മഴ വന്നാൽ ഇത് അടിഞ്ഞു പോവും. അടിഞ്ഞു കഴിഞ്ഞാൽ വീഴുകയും അങ്ങനെയുള്ള ബുദ്ധിമുട്ട്, ഭയങ്കര സംരക്ഷിക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ കർഷകർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് ചെയ്യുന്നത് എൻ്റെ കോഫി ഷോപ്പിൽ ഉച്ചയ്ക്ക് വരുന്നവർക്ക്, ബുക്ക് ചെയ്യുന്നവർക്ക് ഫുഡ് കൊടുക്കുന്ന ഇതാണ്. കണ്ടോ എന്ത് സ്റ്റൈലായിട്ടാണ് നോക്കും. ഇത് ഈൽഡ് വളരെ ഇങ്ങനെ കാണുന്ന നോക്കണ്ട, കൂടുതൽ കിട്ടുന്നത് കാണുന്നുണ്ടെങ്കിലും വളരെ ഇത് ഞാൻ ഫുള്ള് ഗന്ധശാലയാണ് എടുത്തിട്ടില്ല. കണ്ടോ ഫുള്ള് ചേട്ടൻ്റെയാണ്. ഇത് നേരെ താഴെ എൻ്റെ 3 ഏക്കറാണ്. 3 ഏക്കർ താഴെ എനിക്ക് പിന്നെ ട്രീ ഹട്ട് ഉണ്ട്. ഇത് കാവൽ മാടമാണ്. ഈ കാവൽ മാടം നിങ്ങൾക്ക് പോകാം. എന്ത് കണ്ടോ, അവിടെ പോയി ഇരിക്കാം. നിങ്ങൾ പോയി നോക്കൂ. വളരെ നല്ല രസമുള്ള സ്ഥലം. വയനാടിൻ്റെ ടൂറിസം സഞ്ചാരികൾക്ക് പകർന്നു കൊടുക്കുകയാണ് ചേകാടി നവ എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്. വളരെ കുറേ കാലഘട്ടം മുമ്പേ തുടങ്ങിയതാണ്. ഒരു ടൂറിസം എന്ന് പറയുന്നത് വയനാടിന് ഇൻകം മാത്രമല്ല, വയനാടിൻ്റെ സംസ്കാരവും പൈതൃകമൊക്കെ. വയനാട് 4 സംസ്കാരമുണ്ട്. ഒന്ന് ഗോത്ര സംസ്കാരം, വയൽ സംസ്കാരം, വന സംസ്കാരം, പുഴ സംസ്കാരം. ഈ സംസ്കാരം 4ഉം കാണാൻ പറ്റുന്ന ഒരു സംഗമ ഭൂമിയാണ് ചേകാടി. ഇതായിരുന്നു 50 കൊല്ലം മുമ്പേ വയനാട്. പക്ഷെ വയനാട് വയലുകൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു, കാടില്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഗോത്രങ്ങൾ ഇല്ലാണ്ടായിക്കുന്നു, അതേപോലെ പുഴകളും ശോഷിച്ചു. ഇത് 4നെയും സംരക്ഷിച്ചുകൊണ്ട്, കാണിച്ചു കൊടുത്തുകൊണ്ട് വിദേശ സഞ്ചാരികൾക്ക് പോലും പകർന്നു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഗംഭീരമായി നമുക്ക് ടൂറിസം വികസിപ്പിക്കാം. പക്ഷെ അതല്ല ഇന്ന് വയനാടിൻ്റെ ടൂറിസം വളരുന്ന ആധുനികത ടൂറിസമാണ്. ഇത് ശരിക്കും വരേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ശരിക്കും ഒരു കോഫി ഷോപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു വൈബിലാണ് ചേട്ടൻ സെറ്റ് ചെയ്തേക്കണം. നിറച്ച് പൂക്കളും ചെടികളും. ഇത് അടുത്ത ഷോപ്പ് വരാൻ പോകുന്നത് ഷോപ്പല്ലേ? അത് മറ്റല്ലേ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഹാൻഡിക്രാഫ്റ്റ് മുതൽ നാടൻ ഉൽപ്പന്നങ്ങളല്ലേ? മഞ്ഞൾപ്പൊടി, കാപ്പിപ്പൊടി, അതേപോലെ നിങ്ങൾ കാപ്പി പിടിച്ച കാപ്പിപ്പൊടി, അതേപോലെ തന്നെ നെല്ലിൻ്റെ ഹാൻഡിക്രാഫ്റ്റ്, അതേപോലെ തന്നെ മുളയും കൊണ്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പോവാണ്. നിങ്ങൾ ചേകാടിയിൽ വരാൻ നേരം തീർച്ചയായും വരേണ്ട ഒരു അടിപൊളി സ്പോട്ടാട്ടോ. വയനാടിൻ്റെ ഒരു കൾച്ചർ ശരിക്കും പറഞ്ഞാൽ നല്ല വയനാടിൻ്റെ പഴമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണങ്ങൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഓർഗാനിക് ആയിട്ടുള്ള നല്ല ഇവിടുത്തെ
വയലിൽ വിളവെടുത്ത നല്ല ഗന്ധകശാല അരി കൊണ്ടുള്ള ചോറ് കഴിക്കാം. വേറെ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് ചേട്ടൻ പറയും. അതായത് വയനാടിന് 50 കൊല്ലം മുമ്പുള്ള എന്താണോ വയനാട് ആ ഒരു വയനാട് കാണിക്കുകയും ആ ഒരു ഫുഡ് സംസ്കാരം, ഭക്ഷണ സംസ്കാരം, അവരുടെ എല്ലാ സംസ്കാരങ്ങളും പുറം ലോകത്ത് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ദിവസവും ആളുകൾ നമ്മൾ ബുക്ക് ചെയ്ത് വരികയും ആ ഫുഡ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇവിടെ വയലിൽ വിളയുന്ന ഗന്ധകശാല റൈസും ആ റൈസിനെ കൊണ്ടുള്ള ഒരു ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന എത്തനിക് ഫുഡ് ഉണ്ട്, ആ ഫുഡ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ബുക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വിളിച്ചു പറയാൻ. നാടൻ ഭക്ഷണങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെയായിട്ടാ നാടൻ? ഞാൻ പോകുന്ന വെച്ചാൽ ചിക്കനും മീനും ചുടുന്നുണ്ട്, കാച്ചിൽ പുഴുങ്ങുക, പിന്നെ ചോളം ചുട്ട് കൊടുക്കുക, അങ്ങനെയുള്ള വെറൈറ്റി ഐറ്റം എല്ലാം വയനാടിന്റെ തനത് സംസ്കാരമുള്ള ഫുഡ് ഐറ്റം മാത്രമേ കൊടുക്കും. ഒരു സ്പെഷ്യൽ ഒരു ഐറ്റമാണ്, വയനാട്ടിൽ എങ്ങും തന്നെ കിട്ടാത്ത ഒരു ഐറ്റമാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. അപ്പൊ അടുത്ത ദിവസം ഇവിടെ റെഡിയാക്കാനുണ്ട്. ഇന്നിപ്പോ വന്നാൽ നമ്മൾ സമയം കഴിഞ്ഞു പോയി. ഇനിയിപ്പോ അടുത്ത ദിവസം നമ്മളിവിടെ ഈ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കണ ദിവസം വരുന്നുണ്ട്, അന്ന് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ ചേകാടിയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും വരേണ്ട അടിപൊളി ഒരു സ്പോട്ടാണിത്. ഇതെന്താ കേട്ടോ സംഭവം? ഇരിക്കാൻ വേണ്ടി അല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ നൈസ് വൈബായിട്ടൊക്കെ ചായയൊക്കെ കുടിച്ച് ഇരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാട്ടാ. അടിപൊളിയാണ്, ഈ ഒരു പ്രോപ്പർട്ടി അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ വന്നു. വയനാട്ടിലേക്ക് വരുന്നവർ തീർച്ചയായും വരേണ്ട ഒരു സ്ഥലമാണ് ഈ ചേകാടി. ചേകാടിയിലെ മറ്റ് കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.